Hello, welcome to market discussion of the day. Today, March 12, 2025, Wednesday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് CPI ഡേ ആണ് എന്നുള്ളതാണ്. CPI ഡേറ്റ യൂസ് ഇന്ന് വരാൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ആഴ്ച മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? CPIയുടെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാ കൗണ്ടറിലും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ന്യൂസാണ്. ഉച്ചയ്ക്ക് 12:30 മണി UK ടൈമിങ്ങിലാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എക്കണോമിക് കലണ്ടറിലോട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് അടുത്ത തിങ്കളാഴ്ച ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു പുതിയ കോഴ്സ് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മൾ ഫണ്ടമെൻ്റൽസ് ഇപ്പം ഇന്ന് ഓൾറെഡി ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഉച്ചയ്ക്ക് 8:45 UK ടൈമിങ്ങിലാണ് ഈ പറയുന്ന ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് വരുന്നത്. ഇത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിനുശേഷം ഞാൻ ഇന്നലെ ഈ എക്കണോമിക് കലണ്ടർ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 12:30 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. US നിന്ന് CPIയുടെ ന്യൂസ് വരുന്നത്. അപ്പം ഫോർകാസ്റ്റും പ്രീവിയസും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം നല്ലൊരു കാര്യം വേറൊന്നുമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഡേ ലൈറ്റ് സേവിങ്ങിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് 1 മണിക്കൂർ മുന്നേ ആയിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം UK 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പം 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് മാർക്കറ്റ് ടൈമിങ്ങിനൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനൊന്നുമില്ല. പക്ഷേ എന്താണ്, 1 മണിക്കൂർ മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ജസ്റ്റ് അത് ചിലപ്പോൾ ആൾക്കാർ ആരെങ്കിലുമൊക്കെ മാർക്കറ്റിലൊക്കെ രാത്രി ഇരിക്കുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സോ വേറെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എഫക്റ്റ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, സൗദി അറേബ്യയിൽ ഉക്രൈനും US തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ, അതായത് വോർ നിർത്താനായിട്ടുള്ള കുറേ കാര്യങ്ങൾ. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ആഴ്ച തന്നെ വോർ നിൽക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞൂടാ എന്നുള്ളൊരു കാര്യം മനസ്സിലിരിക്കുക. അതേപോലെ തന്നെ ട്രംപ് കാനഡയായിട്ടുള്ള ഒരു ട്രേഡ് വാറിൻ്റെ ഭാഗമായിട്ട് കാനഡ പ്രസിഡന്റ് മാറി പുതിയൊരു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് വരാൻ പോകുന്ന ഓൾറെഡി പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ എനർജി സപ്ലൈ US കാനഡയിൽ നിന്ന് US എനർജി സപ്ലൈ നിർത്താൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ മാർക്കറ്റിനെ എന്താ പറയുക, അഫക്റ്റ് ചെയ്യും. ഓക്കെ, ബേസിക്കലി ഇതൊരു ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒരിക്കലും ഇൻ്റർനാഷണൽ ലെവലിലോട്ട് പോവാത്തൊരു കാര്യമാണെങ്കിലും എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്, മെയിനായിട്ടും പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇന്ന് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. ഞാൻ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നത് ഇന്നത്തെ കാര്യം പറയാനായിട്ടല്ല, നാളത്തെ കാര്യം പറയാനായിട്ടാണ്. എല്ലാ കൗണ്ടറിനെയും ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നമ്മൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. പക്ഷേ യൂറോയിലും GBPയിലും നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ, മാർക്കറ്റൊക്കെ താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം എന്നല്ലാതെ വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയും എടുക്കാതെ നമുക്ക് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം ഒന്നും പറയാൻ പറ്റില്ല, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ സഞ്ചരിക്കും. ഓക്കെ, സോ ഇന്നലെ നമ്മൾ നേരെ നമ്മുടെ JPY നമ്മൾ പോകുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 148.40 എന്ന് പറയുന്ന റേഞ്ചിലാണ് JPY ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 146 വരെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ 146 നമുക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. 146 അവിടെ വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ഇതൊരു ഇപ്പം നിൽക്കുന്നത് ഒരു മിഡ് റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഇന്ന് സെറ്റിൽ. അപ്പം നമുക്ക് നാളെ എന്താണ് തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യം നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസിങ്ങിന് 150 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയില്ല. ഓക്കെ,
അതേപോലെ തന്നെ നാളെ രാവിലെ 7:30 ഇന്ത്യൻ ടൈമിംഗ് 7:30 ഇന്ത്യൻ ടൈമിംഗ് 7:30 എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഏഷ്യ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഇന്ത്യൻ ടൈമിംഗ് 5:30 അതെനിക്കറിയാം. ഓക്കെ, അതിനുശേഷം ഏഷ്യ ഒന്ന് സജീവമാവുന്നത്, ഇപ്പം ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഓപ്പണായി ഒന്ന് സജീവമാവുന്ന 7:30 ആയതുകൊണ്ടാണ് 7:30 എന്ന് പറയുന്നൊരു ടൈമിംഗ് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ 7:30 150 താഴെ ബ്രേക്ക് ചെയ്യാതെ മുകളിൽ പോയിട്ടില്ല എങ്കിൽ 150 വീണ്ടും നമുക്ക് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരെ മറിച്ച് ന്യൂസിൻ്റെ ഭാഗമായിട്ട് 146 മാർക്കറ്റ് വീണ് കിട്ടിയാൽ 146 ബ്രേക്ക് ചെയ്യാതെ താഴോട്ട് പോയില്ല ഇന്ന് രാത്രിയിൽ, ഇന്നത്തെ ക്ലോസിങ്ങിന് നാളെ രാവിലെ 7:30 146 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജാപ്പനീസ് യെൻ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ യൂറോയിലോട്ട് നോക്കുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.08932 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ നമ്മൾ പണ്ട് നേരത്തെ പറയുന്നുണ്ടല്ലേ 1.0 കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് എവിടെയായിരുന്നു? 1.03, അതായത് 12 ദിവസം മുന്നേ 13 ദിവസം മുന്നേ ഫെബ്രുവരി 28 മാർക്കറ്റ് ക്ലോസ് ആയത്, ആ ഫ്രൈഡേ ക്ലോസ് ആയത് 1.0365 ഓക്കെ, അവിടുന്ന് ഒരു ലോട്ടൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ $5,000 മുകളിൽ പ്രോഫിറ്റിലാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും 12 ദിവസം കൊണ്ട് ഒരു ലോട്ട് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ $5,000 വരെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേനായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 1.0500 മാക്സിമം നമുക്ക് പോവാം. പക്ഷെ എന്നാൽ പോലും അവിടെയൊക്കെ കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ച് അവിടുന്ന് മാർക്കറ്റ് എടുക്കുക. പക്ഷേ 1.0800 എങ്ങാനും വീണ് കിട്ടിയാൽ, ഇന്നത്തെ ദിവസം ആയിക്കോട്ടെ, ന്യൂസ് ഉണ്ട് എനിക്കറിയാം, പക്ഷെ എന്നാൽ പോലും അവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. യൂറോ സ്റ്റോപ്പ് ലോസ് ഇടണം, തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടണം. 1.0750 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 1.0800 നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത ബൈ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ 1.100 ഓക്കെ, സപ്പോസ് മാർക്കറ്റ് ഇന്ന് ന്യൂസ് പ്രമാണിച്ച് മുകളിലോട്ട് പോയി 1.100 മുകളിലായിട്ട് അവസാനിക്കുകയും നാളെ രാവിലെ 7:30 1.100 അടുത്ത് വെച്ച് കിട്ടുകയും ചെയ്താൽ അവിടുന്ന് നമുക്ക് വീണ്ടും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ GBP സിമിലർ കണ്ടീഷനിൽ തന്നെയാണ്. GBP നമ്മൾ നോക്കിയാൽ ഫെബ്രുവരി 28 മാർക്കറ്റ് അവസാനിച്ചത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്, 1.25650. ഓക്കെ, സോ അവിടുന്ന് ഒരു ലോട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു $4,000 മുകളിൽ കഴിഞ്ഞ 12 ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഞാൻ ഇത് പറയുന്നത് എനിക്കറിയാം, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത്രയും ദിവസം ഹോൾഡ് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം, അതിനുള്ളൊരു ക്ഷമയൊക്കെയുള്ള ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാം, മാർക്കറ്റ് മുകളിലോട്ടാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് വീണ്ടും 1.2800 വീണ് കിട്ടുന്ന ഒരു ഉറപ്പുമില്ല, പക്ഷേ എന്നാലും വീണ് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് GBP ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് GBPയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ഒരു റെസിസ്റ്റൻസ് വരുന്നത് 1.300 GBPയിൽ. അടുത്തൊരു ബൈ പോയിന്റ് നമുക്ക് 1.300 ആവും. കാരണം മാർക്കറ്റ് ഇന്ന് ന്യൂസ് പ്രമാണിച്ച് മുകളിലോട്ട് പോയി 1.300 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി നാളെ രാവിലെ 7:30 1.300 മുകളിൽ മാർക്കറ്റ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് എനിക്ക് GBPയിൽ പറയാനുള്ളത്. അല്ല, താഴെ കിട്ടി 1.2800 അടുത്ത് കിട്ടിയാൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനുള്ളത്. ഓക്കെ, സോ ഈവൻ കഴിഞ്ഞ ലോ പോയ മാർക്കറ്റ് 1.2863 ആ ഒരു ലെവലിൽ കിട്ടിയാൽ പോലും നമുക്ക് ബൈ ചെയ്യാം. റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം അത് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 1.2800 വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 1.2860 ആ ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല, പ്രീവിയസ് ലോ ആണ് എന്നുള്ളൊരു മാത്രം കൺസിഡറേഷനിൽ മാത്രമാണ് ഞാൻ ഈ ബൈ ഒക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നേരെ പിന്നെ എന്താ പറയുക, ട്രെൻഡ് അപ്പാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ എന്താ പറയുക, ഉറപ്പായിട്ടും
പല പല താരിഫുകൾ ഏർപ്പെടുത്തി 100% താരിഫൊക്കെ പല പ്രോഡക്ട്സിനും ഇന്ത്യയിലുള്ള പ്രോഡക്ട്സിലൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഏപ്രിൽ 2-ാം തീയതിയൊക്കെ ഒരു കറക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് കേട്ടോ. സോ അത് കറക്ഷൻ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത UK മാർക്കറ്റിനെ ആയിരിക്കാം, ബാക്കി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ ഒരു കറക്ഷൻ ഉണ്ടാവാം. സോ അത് UK അത്രമാത്രം ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്നലെ നിങ്ങൾ പല ആൾക്കാർ യൂട്യൂബിലൊക്കെ കണ്ടിട്ടോ UK പ്രൈം മിനിസ്റ്ററും US പ്രസിഡന്റും തമ്മിലൊരു മീറ്റിങ്ങിലൊക്കെ UK ഒരു കാരണവശാലും അവർക്ക് ഹെൽപ്പ് ചെയ്യണ്ട എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യേണ്ട, അത് അത്രമാത്രം സ്റ്റേബിളാണ് ഇവിടുത്തെ ഗവൺമെൻറ് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗോൾഡിലോട്ട് പോകുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 2912 അടുത്താണ് ഇപ്പോൾ കറൻ്റ്ലി ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അപ് ട്രെൻഡ് പോയാൽ ചിലപ്പം ഓൾ ടൈം ഹൈ ഇന്ന് പോവാം, 2960 2980 വരെ പോവാം. ഓക്കെ, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, കാരണം CPI ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടിട്ട് ഞാൻ നാളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ മാർക്കറ്റ് ഇന്ന് CPI ശേഷം താഴെ വീണ് കിട്ടിയാൽ 2880 വീണ് കിട്ടിയാൽ നാളെ രാവിലെ 7:30 മണിക്ക് നമുക്ക് ആ ഒരു സമയത്ത് അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ജസ്റ്റ് ഞാൻ കറണ്ട് പോയിട്ടുണ്ട്. സോ ആക്ച്വലി കറണ്ട് പോയതല്ല, അനക്കമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് പോകുന്നതാണ്. അപ്പം ഒന്നേന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. സോ ബേസിക്കലി ഞാൻ ഗോൾഡിലോട്ട് വന്നപ്പോൾ എന്താ പറയുക, ഗോൾഡ് 2880 അടുത്തൊക്കെ നമുക്ക് നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണി, UK ടൈമിംഗ് 2 മണി, രാത്രി 2 മണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. നേരെ 2900 കിട്ടുകയാണെങ്കിലും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. 2900 വെച്ച് മാർക്കറ്റ് കിട്ടിയാൽ 2890 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, 2880 അടുത്ത് മാർക്കറ്റ് കിട്ടിയാൽ 2870 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കുക. ഓക്കെ, സോ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്, ന്യൂസിനെ പ്രമാണിച്ച് മുകളിലോട്ട് പോവുകയാണ്. 2930 മുകളിലായിട്ടാണ് മാർക്കറ്റ് അവസാനിച്ച് നാളെ രാവിലെ 7:30 മണിക്ക് 2930 മുകളിലായിട്ട് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് മാർക്കറ്റിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാരണം 2930 ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അവിടെ പ്രസൻ്റ് ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് അവിടുന്ന് ഷൂട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോയി 2980 ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ, ഓക്കെ, 80 ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റ് ഒരു നല്ലൊരു കറക്ഷൻ താഴോട്ട് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നേരെ മറിച്ച് 3000 ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നൊരവസ്ഥ വന്നാൽ അവിടുന്ന് ഒരുപാട് ബയേഴ്സ് വീണ്ടും പ്രസൻ്റായി 3200 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിയും മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് മാത്രം മാർക്കറ്റിനെ സമീപിക്കുക. ഓക്കെ, ഒരു കാരണവശാലും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സെല്ലിലോട്ട് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ബൈ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് ബെറ്റർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.